എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിൻ്റെ കീഴിലേക്ക് പോവാം. യെസ്, ഭയങ്കര ത്രില്ലാട്ടെന്ന് പോന്നോട്ടെ. കാരണം ഒരുപാട് വലിയ കിഴികളുണ്ട്. അതിങ്ങനെ അറിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ത്രില്ലേ. ഓക്കെ, ഫസ്റ്റ് വൺ പൈങ്കിളി. ഒരു കിളി അങ്ങ് പറഞ്ഞല്ല. പൈങ്കിളി സിനിമ OTT വരുന്നുണ്ട്. സിനിമ തിയേറ്ററിൽ വമ്പൻ പരാജയമായിരുന്നു. സജിൻ ഗോപു, അനശ്വര രാജൻ ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് കേട്ടോ. സിനിമ വരുന്നത് മനോരമ മാക്സിലാണ്. ഏപ്രിൽ 11 വരുന്നത്. ഓക്കെ, വരട്ടെ. ഓക്കെ, ബാക്കി തിയേറ്ററിൽ കാണാത്തവരൊക്കെ അന്ന് ബാക്കി കണ്ടിട്ട് തന്നോളും അല്ലേ. അനശ്വര രാജന് നന്നായിട്ട് കിട്ടിക്കോളും. അടുത്തത് വേഫെയർ നെസ്ലൻ മൂവി. വാവ്, സിനിമയുടെ ഫസ്റ്റ് കട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു സ്റ്റില്ലുണ്ട്. വേഫർ ഫിലിം സിനിമാറ്റിക് യൂണിവേഴ്സ് അതിൽ വരുന്ന സിനിമയാണ്. ഇതിൽ ടോവിനോ തോമസ്, ദുൽഖർ സൽമാൻ ഇവർ ഒരു കാമിയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നോക്കാം. സിനിമ വന്നിട്ട് നമുക്ക് നോക്കാം ഉണ്ടോ ഇല്ലയോ. ഇനി 100% പറയുന്ന ഒരു കാര്യമല്ല അല്ലേ. 100 പോയിട്ട് 50 പോലും പറയുന്നത്. അടുത്ത കിഴി വീരധീര സൂരൻ. SU അരുൺകുമാർ സംവിധാനം ചെയ്ത് വിക്രം നായകനായ സിനിമയാണ്. സിനിമ വളരെ മികച്ച പ്രതികരണത്തോടെ മുന്നേറുകയാണ്. സിനിമ തിയേറ്ററിൽ ഇപ്പോൾ വേൾഡ് വൈഡ് 50 കോടി പിന്നിട്ടിട്ടുണ്ട്. 50 പറയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ 50 പറഞ്ഞു. അത് ശരിയാണല്ലോ. 50നെ കുറിച്ച് പറയൂല. ഇത് 50% അല്ല, അത് 50 കോടിയാണ്. ശതമാനം അല്ലാത്തതുകൊണ്ട് വിഷയമല്ല. അതെ അതെ അതെ. എന്താണെങ്കിലും അടുത്തത് നോക്കാം. അടുത്തത് കേറ്റടിക്ക് ഹിറ്റ് 3. പോളെ സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. 30 ദിവസം, ഇനി 30 ദിവസം കൂടി എന്നുള്ളത്. അതെ, വന്നതാണ്. ഹിറ്റ് 3. യെസ്, സൈലേഷ് കൊളാനുമാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ബ്രൂട്ടലായിട്ടുള്ള സിനിമയാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. വയലൻസ്, അതെ അതെ, വയലൻസ് വേറെ ലെവലിലായിരിക്കും. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണല്ലോ. അതൊരു സത്യം. ഓക്കെ, മെയ് 1 സിനിമ. അതാണ് റെട്രോ. പിന്നെ ഏതാ ജാട്ട് മെയ് 1. അതൊന്നും ഇവിടെ ഉണ്ടാവാൻ ചാൻസ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു വിഷയം വരുന്നില്ല. അടുത്തത് പെഡി സിനിമയുടെ ഒരു ഗ്ലിംസ് വീഡിയോ വരുന്നുണ്ട്. 6-ാം തീയതിയാണ് വരുന്നത്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. പെഡി സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് സ്വന്താക്കിയിരിക്കുന്നത് T-Series ആണ്. ഓക്കെ, നമ്മുടെ രാംചരൺ നായകനാവുന്ന സിനിമയാണ് കേട്ടോ. ജാൻവി കപൂറാണ് നായിക. കിടിലൻ ലുക്ക് ആണല്ലേ, ആ ഒരു വെറൈറ്റി ലുക്ക് പിടിച്ചിട്ടുണ്ട്. ചിലർ അതിനെ നമ്മുടെ പുഷ്പ സിനിമയിലെ ലുക്കായിട്ട് സാമ്യപ്പെടുത്തി. ആ ലുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അതുണ്ട്. അത് പറഞ്ഞപ്പോൾ വേറെ കാര്യം ഓർത്ത്, അല്ലു അർജുന്റെ പേര് മാറ്റാൻ പോകുന്നൊക്കെ പറഞ്ഞു. പുഷ്പരാജൻ ആക്കിയാ പോരായിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞല്ലോ. പേര് മാറ്റുന്നത് അതിനൊക്കെ ദിലീപ് എത്ര തവണ, അതായത് ന്യൂമറോളജി നോക്കിയിട്ടേ പല തവണ പേര്, പിന്നെ സിനിമയുടെ ഡേറ്റ്, ജൂലൈ 4 മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ്. അടുത്തത് അല്ലു അർജുൻ ഏതാണ്ട് അങ്ങനെ തന്നെ അല്ലേ. അത് ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായില്ലേ, കുറച്ച് ദിവസം ജയിലിൽ കിടക്കുന്നില്ലേ, അതിന്റെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഭയങ്കര തന്നെ. കേസരി ചാപ്റ്റർ 2 സിനിമയുടെ ട്രെയിലർ നാളെ ഉണ്ടാവും. ടൈം വന്നിട്ടില്ല. അതായത് അൺടോൾഡ് സ്റ്റോറി ഓഫ് ജാലിയൻ വാലാബാഗ് എന്നാണ് അതിന്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വിളി കിട്ടാലോ ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞപ്പോഴേ കാണാരൻ എന്താ ആ കഥ ഞാൻ പറയില്ലേ. അതിന്റെ ഒറിജിനൽ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ആർക്കും അത് അതുപോലെ പറയാൻ പറ്റൂല. അതൊരു സത്യം. ഒറ്റ തള്ളലാ. അക്ഷയകുമാർ ഉണ്ട്, തള്ളാനുള്ള ആളുണ്ട്. അക്ഷയകുമാർ, മാധവനുണ്ട്. പിന്നെ ഇതിലാരാ അനന്യ പാണ്ഡെ നായികയായിട്ട് വരുന്നുണ്ട്. പിന്നെ ആരെങ്കിലും ഒക്കെ തള്ളുന്നത് ആരാതില്? രണ്ടുപേര് പറഞ്ഞപ്പോ ആളാണല്ലോ ഒരു തള്ളുമരം. അതുകൊണ്ട് ആള് ശുദ്ധനാണ്, ദുഷ്ടന്റെ ഫലം ചെയ്യുന്നതാണല്ലോ പറയുന്നത്. അതാണ് സത്യം. രക്ഷപ്പെട്ടു വന്നാ മതി. എന്തായാലും കരൺ സിംഗ് ത്യാഗിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് തമാശക്ക് പറയുന്നതാണ് കേട്ടോ. ഇതൊന്നും നമ്മൾ സീരിയസ് ആക്കി എടുത്ത് വെച്ചേക്കരുത്. വളരെ എന്നാ ഒരു തമാശയല്ല, എന്തായാലും ഒരു തമാശ കൂടി പറയാം. വലിയ ത്യാഗി ആയിരിക്കാം മേ ബി ഈ ഡയറക്ടർ. അതും അക്ഷയകുമാറിനല്ലേ വെച്ച് ചെയ്യുന്നത്. വലിയൊരു ത്യാഗം ആകുമെന്ന് കണ്ടറിയാം. ആകെ മാധവനുള്ളത് കൊണ്ടാണ് ഒരു കോൺഫിഡൻസ് ഉള്ളത്. അതെ. അടുത്ത കിഴി പിടിച്ചോ, ക്രിഷ് 4. ഹൃത്തിക് റോഷൻ നായകനാവുന്ന, ഹൃത്തിക് റോഷൻ തന്നെ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ക്രിഷ് 4. സിനിമ ഒരു ടൈം ട്രാവൽ മൂവി ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, ടൈം കൊണ്ടുള്ള കളിയാണ്. ഈ സിനിമയിൽ 2 നായികമാരുടെ
പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒന്ന് പ്രീതി സിന്ത, അതായത് കോയി മിൽഗയിൽ ആളായിരുന്നു നായിക. പിന്നെ അപ്പോൾ ടൈം ട്രാവലർ കറക്റ്റ്. അതെ, നോര ഫത്തേഹി, ആള് ഇന്നത്തെ കാലഘട്ടത്തിലാണ്. ഓക്കെ, പൊളി. എന്തായാലും നല്ല അടിപൊളിയായിട്ട് വരട്ടെ. കൃഷി 4, കൃഷി 3 ആകെ ഫസ്റ്റ് ഡയറക്ഷൻ ആണ് ഹൃതിക് റോഷന്റെ, ഗംഭീരമാട്ടെ. അടുത്തത് എമ്പുരാൻ സിനിമയുടെ വലിയ അപ്ഡേറ്റ് ആണ് കേട്ടോ. അതായത് L3 കൺഫേം ചെയ്തിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂർ ഉണ്ടാവും എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, സംഭവിച്ചിരിക്കും. യെസ്. അതുപോലെ തന്നെ ദീപക് ദേവ് ഇതിന്റെ ടൈറ്റിൽ ഇസ്രായേൽ ആയിരിക്കും എന്നുള്ളത് യെസ് ആള് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ട് കാര്യത്തിലും ക്ലാരിഫിക്കേഷൻ ആയി. അടുത്ത ഇസ്രായേലില് ആന്റണി പെരുമ്പാവൂർ ഉണ്ടാവോ? പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാവും. ഞാൻ ഇസ്രായേലിൽ ആരൊക്കെ ഉണ്ടാവും പറയാൻ ഞാനില്ല. അതല്ല, ഇത് നിനക്ക് 200% ഉറപ്പ് പറയാം. ആന്റണി പെരുമ്പാവൂരിന്റെ കാര്യമാണ്. നമ്മളെ മറ്റേ ട്രെയിലറിലാണോ ആ ഒരു സീൻ വന്ന്, ടീസറിൽ ആ സീൻ കണ്ടപ്പം പലരും പറഞ്ഞു ഇത് ആന്റണി പെരുമ്പാവൂരാണെന്നൊക്കെ. അവരാണ് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാരാ സത്യമായിട്ടും. നമുക്ക് എത്ര ഡീകോഡ് ചെയ്തിട്ടും അല്ല, അവരാണ് അതായത് യാഥാസ്ഥികത മനസ്സിലാക്കുന്നവര്. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നു, അവര് കറക്റ്റാ. കാരണം എന്താ അറിയോ, ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്നു, ലാലേട്ടൻ മൂവി പൃഥ്വിരാജ് ചെയ്യുന്നു. ഇതിലേതെങ്കിലും എപ്പോഴെങ്കിലും ആന്റണി പെരുമ്പാവൂർ വരാതിരുന്നിട്ടുണ്ടോ? സത്യമാണ്. അപ്പോൾ ആ കാമിയോ ആള് തന്നെയെന്ന് ഉറപ്പിച്ച് പറഞ്ഞവരുണ്ടായിരുന്നു. അതിനി സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞവരായാലും പോലും, കോമഡി ആയിട്ട് പറഞ്ഞവരാണെങ്കിൽ പോലും, കറക്റ്റാണ്. അവർക്ക് അറിയാം എന്താണ് ഇവർ ചെയ്യുക. അതായത് ഇത്രയും വലിയ സിനിമയിൽ, അത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നല്ലോ ഈ ആന്റണി പെരുമ്പാവൂർ വരുന്നത്. അതെന്താ, ഇത്രയും വലിയൊരു സിനിമയിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളത് കാണുന്നത് എങ്ങനെ? ഈ എഡിറ്റിംഗിന്റെ സംഭവം വന്നപ്പോ ഒരു ട്രോള് വന്നായിരുന്നല്ലോ, കമന്റ് വന്നായിരുന്നു. ഈ സമയത്ത് പറയാൻ പാടുണ്ടോന്ന് അറിഞ്ഞൂടാ, എങ്കിലും ചോദിക്കുകയാണ്, ഈ കട്ടിന്റെ കൂടെ ആന്റണി പെരുമ്പാവൂർ സീനും കൂടെ കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് വളരെ എത്ര വലിയ ഫാൻസ് ആയാലേ അതും സംഭവിച്ച് കണ്ടെങ്കിൽ കരുതിയിട്ടുണ്ടാവും. അല്ല, നമുക്കത് സിനിമ കാണുമ്പോഴേ ഒരു കഥാപാത്രത്തിലേക്ക് എത്തിക്കുന്നതായിട്ടും നല്ല ഫീൽ ചെയ്തു. അതായത് ലാലേട്ടൻ എന്ന വലിയൊരു നായകനിലേക്ക് എത്തണമെങ്കിൽ, ആർക്കും എത്തണമെങ്കിൽ ഇവിടുന്ന് വേണം അങ്ങോട്ട് എത്താൻ. അങ്ങനെ ഒരു സാധനമായി പോയി. അതായത് സിനിമയ്ക്ക് പുറത്ത് എങ്ങനെയാണോ ആ സാധനം തന്നെയാണ് സിനിമയുടെ ഉള്ളിലും കൊണ്ടുവന്നത്. അതെ അതെ, ആ ഒരു ഇതിലേക്ക് എത്തി. അവിടെ നമുക്ക് ആ ക്യാരക്ടറിനെ എല്ലാം കാണാൻ പറ്റും. അവിടെ ആന്റണി പെരുമ്പാവൂർ, അപ്പുറത്ത് മോഹൻലാൽ, അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കിഴി ബസൂഖ. ഓക്കെ, മമ്മൂക്ക നായകനാവുന്ന ബസൂഖ സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ, അതെ, ആളുടെ ക്യാരക്ടർ നെയിം ഫ്രാങ്കോ. കൊള്ളാം, നല്ല പേര്. മുടുക്കനാവട്ടെ. എന്തായാലും കുറച്ച് ദിവസം കൂടി ഇനി ഉള്ളൂ, 8 ദിവസം സിനിമ റിലീസിനെത്താം. ഏപ്രിൽ 10 വരുന്നത് കേട്ടോ. അടുത്തത് ജയിലർ 2. സിനിമയില് SJ സൂര്യ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വർമ്മയ്ക്ക് മോളിൽ നിൽക്കുവോ? വർമ്മയ്ക്ക് മോളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഇനി ഉണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഏത് രീതി പിടിക്കുന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ വർമ്മന്റെ ക്യാരക്ടർ പിടിച്ചു കഴിഞ്ഞാല് ആ ലെവല് തന്നെ, അതായത് ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് തന്നെ കോപ്പി അടിച്ചു എന്ന് പറയും. വില്ലനൊരു വ്യത്യസ്തത വരില്ല. അപ്പൊ എന്തായാലും വേറൊരു പരിപാടി പിടിക്കാൻ കുറച്ച് കൂടിയായിട്ടായിരിക്കും. പക്ഷെ എന്നാലും വർമ്മൻ ചെയ്തു വെച്ചേക്കുന്ന സംഭവങ്ങൾ അപ്പുറത്തേക്കൊന്നും ചിന്തിക്കാൻ പറ്റൂല. അത് പൊളിക്കോട്ടോ. ജയിലർ 2 കൊണ്ട് വരട്ടെ, അടുത്ത അഹങ്കാരത്തിലുള്ള സാധനമായി. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ, യെസ്, വർമ്മന്റെ പ്ലേലിസ്റ്റൊക്കെ വർമ്മനുണ്ടാക്കിയ റോളേ മീൻ കടിച്ചടിച്ചുള്ള പൊളിയായിരുന്നു. അടുത്ത കിഴി. ഇങ്ങനെ ഒരു പാർട്ടും കൂടി വരുന്നുണ്ടെന്ന് അയാളെ കൊല്ലാണ്ട് നിൽക്കണേ. അതെ, അല്ലെങ്കിൽ ഒരു ടിന്നിനെ കൊണ്ടട്ടെ, ടിൻസ് ആയിട്ടില്ലേ, അങ്ങനെ കൊണ്ടുവരാം, എന്നാലും മതി. എന്നിട്ട് മെയിൻ വില്ലനായിട്ട് വെക്കണ്ട, അതിന്റെ മുകളിൽ വേറൊരു വില്ലനും ഇരുന്നോട്ടെ. SJ സൂര്യ, ഇനി ജോജു ജോർജ് വരുന്നുണ്ടെങ്കിൽ ജോജുവിനെ കൊണ്ടുവന്നോട്ടെ, കുഴപ്പമില്ല. ജോജു ജോർജ് അല്ല, ചെമ്പൻ വിനോദ് അല്ലേ. ഓക്കെ, അടുത്ത കിഴി ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ ഒരു പെയ്ഡ് പ്രീമിയർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അത് ക്യാൻസൽ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ട്രെയിലർ അനൗൺസ്മെന്റ്, ഇനി ഒരു ട്രെയിലറും കൂടി വരുന്നുണ്ട്. യാ, അതിന്റെ അനൗൺസ്മെന്റ് ഉടനെ തന്നെ വരും എന്നാട്ടോ കേൾക്കുന്നത്. ഇന്നോ നാളെയൊക്കെ ആയിട്ട് ഉണ്ടായേക്കാം. ഓക്കെ, പൊളിക്കണം. ഓക്കെ, അടുത്തത് LCU ഷോർട്ട് ഫിലിം. ഓ പൊളി. ഇപ്പോൾ വരും എന്നൊക്കെ പ്രതീക്ഷിക്കായിരുന്നു. ഇപ്പോൾ ഒന്നും വരൂല, കുറച്ചും കൂടി താമസിക്കും. ഷൂട്ട് ഇനിയും പെൻഡിങ് ഉണ്ട്. അതായത് ഇനിയും കുറെ ബിഗ് സ്റ്റാർസ് അവരുടെ ഡേറ്റ് കിട്ടാനുണ്ട്, അവർ അഭിനയിക്കാനുണ്ട്. അതിനുശേഷമേ പുറത്തു വരുള്ളൂ. ഓക്കെ, ഷൂട്ട് കഴിഞ്ഞ് അതിന് ശേഷം വേണം റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്യാൻ. അടുത്ത വർഷമൊക്കെ നോക്കാം നമുക്ക്. എന്തായാലും നെറ്റ്ഫ്ലിക്സിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഷോർട്ട് ഫിലിമിൽ ഇത്രയും പ്രാധാന്യം, അല്ലേ? നല്ല പ്രാധാന്യമുണ്ട്. അതായത് ഈ ലോകത്ത് ഇത്രയും വലിയ സ്റ്റാർ വരുന്ന ഇത്രയും വലിയ ഹൈപ്പുള്ള ഷോർട്ട് ഫിലിം ഇതായിരിക്കും. എന്താണെങ്കിലും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരാം. ബൈ.